വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനലിൽ ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സമാധാനമായിട്ടുള്ളൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ചെയറോ ഒരു കുഷനോ ഇല്ലെങ്കിൽ ഒരു യോഗ മാറ്റോ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ് തിരഞ്ഞെടുക്കുക. പോസ് പറയുമ്പോൾ കാല് മടക്കിയിട്ടുള്ള വജ്രാസനയോ കാല് നീട്ടിയിട്ടുള്ള ദണ്ഡാസനയോ അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിട്ടുള്ള സുഖാസനയോ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം കൈ രണ്ടും നിങ്ങളുടെ തുടയിൽ വയ്ക്കുക. മേലേക്ക് തുടയിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വെച്ചതിന് ശേഷം മെല്ലെ കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം 2-3 ശ്വാസം എടുക്കുക. ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്തൊക്കെ മൂമെൻറ്റ്സ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ നടക്കുന്നത്, എനർജി പോകുന്നത് ശ്രദ്ധിക്കുക. മെല്ലെ നിങ്ങൾക്ക് എന്തൊക്കെ തോട്ട് ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ തോട്ട് വരും, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എനർജി പെയിന് വരും. അതായത് മൈൻഡ് നിങ്ങളെ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യും. അതിൽ നിൽക്കാതെ മുന്നോട്ട് പോകുന്നതിലാണ് വിജയം. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോട്ട് കുറയുന്നതായിട്ട് തോന്നും. തോട്ട് നിങ്ങളുടെ കൺട്രോളിൽ വരും. അപ്പോൾ ജസ്റ്റ് മൈൻഡായിട്ട് തിരിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈറ്റ് ചെയ്താൽ അത് കൂടുകയുള്ളൂ. എന്തും നമ്മൾ അടിച്ചമർത്തുമ്പോൾ അത് കൂടി വരുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അതെന്തോ പറഞ്ഞോട്ടെ, എന്തോ ചെയ്തോട്ടെ, ഞാൻ അത് കാര്യമാക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ജസ്റ്റ് ഒബ്സർവ്. ധ്യാനം പറഞ്ഞാൽ ഒരിക്കലും ചിന്തയില്ലാത്ത അവസ്ഥയല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചിന്തയായിട്ട് നമ്മളെ ചിന്ത എഫക്റ്റ് ചെയ്യാതെ ജീവിക്കാം എന്നുള്ളത് പഠിക്കലാണ്. സോ മൈൻഡ്ഫുൾനെസ്സും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ബെറ്റർ വേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സീ, നിങ്ങളുടെ ഇന്നർ വേൾഡ് കാണുക, ഫീൽ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സന്ദർശിക്കാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇന്നർ വേൾഡ് ആയിരിക്കും.
explore it. മൈൻഡ്ഫുൾനെസ്സിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ചിന്ത വരുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് എൻഡ് ചെയ്യാൻ സമയമായ ജസ്റ്റ് നിങ്ങളുടെ ചിന്തയിലേക്കും നിങ്ങളുടെ ബോഡിയുടെ സെൻസേഷനിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നിട്ട് മെല്ലെ നിങ്ങളുടെ നിങ്ങളുടെ ഭൂമിയെ മെല്ലെ ഫീൽ ചെയ്യുക. എന്നിട്ട് മെല്ലെ 2 കൈയും കൂട്ടി റബ്ബ് ചെയ്യുക. അതിനുശേഷം അത് മുഖത്ത് വയ്ക്കുക. എന്നിട്ട് മെല്ലെ കണ്ണ് തുറക്കുക. ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് ഫുള്ള് ശ്രദ്ധിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതൊരു വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുത്തും. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.